ഹായ്, എൻ്റെ പേര് ഷഹല. ഞാൻ കോട്ടക്കലിൽ നിന്നാണ് വരുന്നത്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ ശർക്കര വരട്ടി പായസമാണ്. അപ്പം അതിനുള്ള സാധനങ്ങളാണ്: കായ ചെറുതായി അരിഞ്ഞു വെച്ചത്, ശർക്കര, 1 കപ്പ് തേങ്ങാപ്പാൽ, ചെറുപയറിൻ്റെ പരിപ്പ്, തേങ്ങാക്കൊത്ത്, ഏലക്ക, ചുക്ക്, ജീരകം പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, 1 നുള്ളു ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം നെയ്യിൽ ചെറുപയറും പരിപ്പ് വറുത്ത് കോരാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് നമുക്ക് ചെറുപയറും പരിപ്പ് വറുത്ത് കോരാം. ചെറു തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഹലോ ഷഹന. ഷഹന ഫ്രം കോട്ടയ്ക്ക്, അതായത് മലപ്പുറം. ഓക്കെ, മലപ്പുറം ഡിസ്ട്രിക്ട്. ഇങ്ങനെ നോർത്ത് കേരളയിൽ നിന്നൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ? ഇത്രയും നിങ്ങൾ ദൂരമായിട്ട് അവർ വന്നു പാർട്ടിസിപ്പേറ്റ്. എന്താ കാര്യം, ഭയങ്കര ഇഷ്ടമാണോ കുക്കിംഗ്? ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു വേദിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വളരെ സന്തോഷമാണ്. അപ്പം വിൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതൊരു പാർട്ടിസിപ്പേഷൻ ആയിട്ടാണ് വിചാരിക്കുന്നത് അല്ലേ? അത് എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ടാക്കുന്ന ഡിഷ് ഏതാണ്? ബിരിയാണി. എക്സ്പേർട്സ് ആയിരിക്കും. അയ്യോ ഒന്നും പറയണ്ട. ബിരിയാണി സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ പായസം ഒരു കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ്. ക്ലൗഡ് കിച്ചൺ ആണോ നടത്തുന്നത് അതോ സ്വന്തമായിട്ട്? ഇത് ഇന്നിപ്പോ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? പച്ചക്കായ നേന്ത്രക്കായ കൊണ്ടൊരു പ്രഥമൻ. നേന്ത്രക്ക പ്രഥമൻ പായസം. അതിന്റെ കൂടെ എന്താ ചേർക്കുക? ചെറുപരിപ്പ്. ഇത് ഈ പായസം കേറ്ററിംഗിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണോ അതോ ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്ന് ചെയ്തതാണ് നമ്മുടെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്? ഓക്കെ, നൈസ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വരാം. ചെറുപയർ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പച്ചക്കായ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഇത് നെയ്യിൽ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ പച്ചക്കായ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ കറയുടെ ആ രുചിയൊക്കെ പോയി കിട്ടുള്ളൂ. കോരാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് കോരിയെടുക്കാം. ഈ ചെറുപയറിൻ്റെ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം തിളച്ച് വരണം. എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് പരിപ്പ് ഇടേണ്ടത്. നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരയും അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. നേന്ത്രക്കായ ചെറുതായി അരിഞ്ഞ് വറുത്ത് കോരിയത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ശർക്കരപ്പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കായ വരട്ടുന്ന പോലെയാണ് ഇത് ചെയ്യേണ്ടത്. കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ചെറുപയർ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. അടുത്ത് നമ്മൾ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കണം. ഏത് സ്റ്റേജ് എത്തി? കുറച്ച് ശർക്കര വേവിച്ചു. നേന്ത്രക്കായ നെയ്യിൽ വരട്ടി വെച്ച് ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയി അല്ലേ? നേന്ത്രക്കായ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അട പോലെ കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. പാലടയുടെ പോലെ അല്ലേ? ചെറിയ പീസസ് അട പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ.
ഒഴിക്കുക. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണിത്. അപ്പം അതിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം. നമ്മൾ കാഷ്യൂ റെഡി ആയിട്ടുണ്ട്, നെയ്യിൽ മൂപ്പിച്ചെടുത്തത്. ഇനി നമ്മൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കായവരട്ടി പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.